ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭയത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഭയമുണ്ടോ? നമ്മൾ സ്വയം ഞാൻ എന്തിനെങ്കിലും ഭയക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എത്തരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക? കൂടുതൽ ആളുകളും പറയും, ഏയ് എനിക്കങ്ങനെ ഭയമൊന്നുമില്ല. ഞാൻ ഭയപ്പെടുന്നില്ല ഒന്നിനെയും എന്നൊക്കെ ആയിരിക്കും. എന്നാൽ കുറച്ച് ശതമാനം ആളുകൾ പറഞ്ഞേക്കാം, എനിക്ക് ചില ചില കാര്യങ്ങളൊക്കെ ഭയമുണ്ട്. എങ്കിൽ ഇനി ഭയമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ, ജീവിതത്തിലൊന്ന് കണ്ണോടിച്ച് നോക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് മടി, അലസത എന്ന ചില മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡിസിപ്ലിൻ കുറവുണ്ടോ? വിചാരിച്ച കാര്യങ്ങളൊന്നും, തീരുമാനിച്ച കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്ന ഒരു ശീലമുണ്ടോ? കാര്യങ്ങൾ മാറ്റിവെക്കുക, അങ്ങനത്തെ ഒരു ശീലമുണ്ടോ? ഒരു കാര്യത്തിലും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? ഫോക്കസ് ഇല്ല, ഒന്നിലും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. മനസ്സെപ്പോഴും പലതിലും പരതി നടക്കുകയാണ്. എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഭയമുണ്ട് എന്നാണ്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് വരാം. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. എല്ലാത്തിലും ഒരു ചിട്ടയുണ്ട്. എല്ലാത്തിലും ഡിസിപ്ലിൻഡ് ആണ്. കാര്യങ്ങളൊന്നും മാറ്റിവെക്കുന്നില്ല. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നല്ല വിജയമാണ്. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ബന്ധങ്ങളിലൊക്കെ നല്ല പുരോഗതിയുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് ഭയം കുറവാണ്. അല്ലെങ്കിൽ ഭയത്തെ നേരിടുവാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മടിയും അലസതയും മാറ്റിവെക്കലും അതും ഭയവുമായിട്ട് എന്താ ബന്ധം? ജീവിതത്തിലെ പരാജയങ്ങളും ഭയവുമായിട്ട് എന്താ ബന്ധം? നമുക്ക് അതിലേക്കൊക്കെ ഒന്ന് കടക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭയം കാരണമാണ് ജീവിതത്തിൽ നമുക്ക് പുരോഗതിയില്ലാത്തത്. നിങ്ങൾ ജീവിതത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുവെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ, കരിയറിൽ, ബിസിനസ്സിൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ, ബന്ധങ്ങളിൽ, ആരോഗ്യത്തിൽ ഇതിലൊക്കെ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ വളരെ മോശമായിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾ നല്ല ഭയത്തിലാണ്. ഈ ഭയത്തെ നിങ്ങൾ കണ്ടെത്തി റിമൂവ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഭയവും ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത്തരത്തിലുള്ള ഭയങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജനിക്കുമ്പോൾ നമുക്ക് രണ്ട് ഭയങ്ങളാണ് ഉള്ളത്. ഒന്ന് വലിയ ശബ്ദത്തെ കേൾക്കുമ്പോഴുള്ള ഭയം. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫോളിങ് എന്ന് പറയും. അതായത് വലിയ ആഴമുള്ള കാര്യങ്ങൾ. ആഹ്, താഴോട്ട് നോക്കുമ്പോൾ വലിയ ആഴം കാണുന്ന അങ്ങനത്തെ ചില കാര്യങ്ങൾ. അതിലേക്ക് വീഴുമോ എന്ന ഭയം. ഇങ്ങനെ 2 ഭയങ്ങളാണ് നമുക്ക് ജനിക്കുമ്പോൾ ഉള്ളത്. കൊച്ചു കുട്ടികൾക്ക് ഉള്ള ഭയങ്ങൾ ഈ 2 എണ്ണമാണ്. അതായത് വലിയ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ കരയും. അതുപോലെ തന്നെ താഴേക്ക് വീഴുമോ എന്നൊരു ഭയവും കൊച്ചു കുഞ്ഞുങ്ങൾക്കുണ്ട്. മറ്റുള്ള ഭയങ്ങളൊക്കെ പിന്നീട് നമ്മൾ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ നമ്മുടെ ഇമാജിനേഷനൊക്കെ ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഭയങ്ങളാണ്. മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കും? ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെട്ടാൽ എങ്ങനെ ഞാൻ അതിനെ നേരിടും? കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ അത് എന്നെ എങ്ങനെ ബാധിക്കും? ഇങ്ങനെ 100,000 ഭയങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ഭയങ്ങളൊക്കെ നമുക്ക് ല കൂടുതലും നമ്മുടെ മനസ്സിൻ്റെ തന്നെ സൃഷ്ടിയാണ്. നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ഇമാജിനേഷൻ. അങ്ങനെ ഈ ഇമാജിനേഷൻ കൊണ്ട് പല കഥകളും നമ്മൾ സൃഷ്ടിച്ച്, പല ചിത്രങ്ങളും മനസ്സിൽ കൊണ്ടുവന്ന്, ഈ ഭയത്തെ നമ്മൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറേ ഭയങ്ങളെ നമ്മൾ വലിയ ഒരു പ്രതിബന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ, മനസ്സിൽ തന്നെ നിലനിർത്തുന്നു.
അങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ ഈ ഭയങ്ങൾ നിലനിൽക്കും. അത് ജീവിതത്തിൽ തന്നെ വലിയൊരു പ്രതിബന്ധമായിട്ട് നിലനിൽക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ദിവസവും റെഗുലറായിട്ട് വ്യായാമം ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. മടി കാരണം ഞാനത് മാറ്റിവെക്കുന്നു എന്നാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മടി വന്നത്? അത് നമ്മൾ ആഴത്തിലൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ആ മടി ശരിക്ക് മടിയല്ല, ഒരു ഭയമാണ്. ഇന്ന് ഞാൻ എക്സർസൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞ് നാളെ പോവാൻ പറ്റിയില്ലെങ്കിൽ അത് മോശമല്ലേ? ആളുകൾ എന്ത് ചിന്തിക്കും? അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? അതുകൊണ്ട് വേണ്ട. എനിക്ക് ട്രാക്ക് സ്യൂട്ട് അതുപോലെ സ്പോർട്സ് ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെ നടക്കാൻ പോകും? വ്യായാമം ചെയ്യും? അതൊരു ശരിയല്ലല്ലോ, ഒരു മോശമല്ലേ? അതുകൊണ്ട് അത് വാങ്ങിയതിൻ്റെ ശേഷം നോക്കാം. ജിമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം പോയി പിന്നെ ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ പണം നഷ്ടമല്ലേ? ആ ഒരു ഭയം. ഇനിയിപ്പോൾ എന്താ, വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരമൊക്കെ ശരിയാവുമോ? ഞാൻ അത്രമാത്രം ഫാറ്റല്ലേ, തടിച്ചിട്ടല്ലേ, ഇതൊക്കെ ശരിയാവുമോ? അപ്പോൾ ഞാൻ ഇത് പോകാൻ തുടങ്ങിക്കഴിഞ്ഞ് ശരീരമൊക്കെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഫിറ്റ് ആയില്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ മതിപ്പ് കുറയില്ലേ? ആളുകൾ വെറുതെ പരിഹസിക്കില്ലേ? ബിസിനസ് ഞാൻ തുടങ്ങുകയാണെങ്കിൽ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പണം നഷ്ടപ്പെടില്ലേ? ഭയം. ആളുകൾ എന്നെ പരിഹസിക്കില്ലേ? മറ്റൊരു ഭയം. ഞാൻ ഒരു പുതിയ തൊഴിലിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇതിനേക്കാൾ വരുമാനം ലഭിക്കുന്ന മറ്റൊരു ജോലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ലഭിച്ചില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ കുറിച്ചുള്ളൊരു മതിപ്പ് നഷ്ടപ്പെടില്ലേ? അങ്ങനെ ഒരു ഭയം. ചെയ്യുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എനിക്കൊരു അസ്വസ്ഥതയാണ്. ആ അസ്വസ്ഥത നേരിടാൻ എനിക്ക് ഭയമാണ്. അതുകൊണ്ട് ശ്രമിക്കണ്ട. ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് മാറ്റി വെക്കുന്നത്? ഡിസിപ്ലിൻ ഇല്ല, മാറ്റി വെക്കുന്നു, അലസതയാണ്, മടിയാണ്, ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ സൂക്ഷ്മമായിട്ട് ഇറങ്ങി നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നത്, ഇതിൻ്റെ പിറകിലൊക്കെ ചെറിയ 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 ഭയങ്ങളാണ്. എനിക്ക് എന്നെക്കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുന്നു. പെർഫെക്റ്റ് അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? ഒരു ദിവസം ഞാൻ പോയി ചെയ്തു. പിന്നെ 2 ദിവസം ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ വളരെ മോശമായിട്ടുള്ളൊരു ചിത്രമല്ലേ ലഭിക്കുക? ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കും എന്ന ഭയം, ആളുകൾ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കും എന്ന ഭയം, കാര്യങ്ങൾ ശരിയായ രീതിയിൽ പോയില്ലെങ്കിൽ അത് മതിപ്പ് നഷ്ടപ്പെടില്ലേ എന്ന ഭയം. ഇങ്ങനെയുള്ള ഭയങ്ങളാണ് കൂടുതലും നമ്മെ പിറകോട്ട് വലിക്കുന്നത്. ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഭയങ്ങളാണ് നമ്മുടെ വലിയ ബ്ലോക്ക്. ആളുകൾക്ക് കഴിവുണ്ടായിട്ടും സ്കില്ലുണ്ടായിട്ടും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കാത്തത്, സ്വപ്നങ്ങൾ നേടുവാൻ സാധിക്കാത്തത്, ലക്ഷ്യങ്ങൾ നേടുവാൻ സാധിക്കാത്തതിൻ്റെ പിന്നിലൊക്കെ ഈ ഭയങ്ങളാണ്. അപ്പോൾ ഈ ഭയങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുരത്തുവാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനും സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. ഭയത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതിന് നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. ആ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്താത്തിടത്തോളം കാലം ജീവിതത്തിൽ വലിയ സ്റ്റക്ക് ആയിട്ടുള്ള അവസ്ഥ, ഐ എം സ്റ്റക്ക് ഇൻ ലൈഫ് എന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ജീവിതത്തിൽ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥ, നേട്ടങ്ങളൊന്നും നേടുവാൻ സാധിക്കാത്ത അവസ്ഥ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാ മേഖലകളിലും പരാജയം, ആരോഗ്യം, സാമ്പത്തികം, ബന്ധങ്ങൾ, കരിയർ, പ്രൊഫഷൻ, ഇതിലെല്ലാം പരാജയം. അപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മുടെ തന്നെ ഭയങ്ങൾ മാത്രമാണ്. ഈ ഭയത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് എന്തും നേടിയെടുക്കുവാനും സാധിക്കും. ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിയ വ്യക്തികളൊക്കെ നിങ്ങളെടുത്ത് എടുത്തു നോക്കിയാൽ മതി. ഈ ഭയത്തെ മറികടന്ന ആളുകളാണൊക്കെ.
ഈ ഭയത്തെ ആര് മറികടക്കുന്നില്ലയോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭയങ്ങൾ ആര് മറികടക്കുന്നില്ലയോ, അവർ ജീവിതത്തിൽ പല മേഖലകളിലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ അതിലൊരാളാണെന്നുണ്ടെങ്കിൽ ഈ ഭയത്തെ നേരിടുവാനും അതിനെ കൈകാര്യം ചെയ്യുവാനും പഠിക്കുക. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ പരതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ സമ്പന്നരാവാം, എങ്ങനെ ആരോഗ്യം വർദ്ധിപ്പിക്കാം, ഇങ്ങനെ കുറേ അവരിങ്ങനെ പരതിക്കൊണ്ടേയിരിക്കുകയാണ്. പല പല വീഡിയോസ്, പല തരത്തിലുള്ള കണ്ടന്റുകൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എനിക്കൊരു സൊല്യൂഷൻ ലഭിക്കും, സൊല്യൂഷൻ ലഭിക്കും. അങ്ങനെ വർഷങ്ങളായിട്ട് അവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനുള്ള പരിഹാരം അവർക്ക് ലഭിക്കുകയുമില്ല. ഇനി പരിഹാരങ്ങൾ അവർ കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാലും ആക്ഷൻ എടുക്കുകയുമില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇത് ഭയത്തിൽ നിന്ന് ഉള്ള ഒരു ഒളിച്ചോട്ടമാണ്. പരിഹാരം ലഭിച്ചു, എങ്ങനെ ഈ പ്രശ്നങ്ങളെ നേരിടണമെന്ന്. എന്നാൽ ആ പരിഹാരങ്ങൾ നടപ്പിലാക്കുന്നില്ല, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുമില്ല. അതിനർത്ഥം അവർ ഈ ഭയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഭയത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം ഒളിച്ചോടുന്നുവോ, അത്രമാത്രം നമ്മൾ ആ പ്രശ്നത്തിൽ സ്റ്റക്കായി നിൽക്കുകയും നമുക്ക് ജീവിതത്തിൽ പുരോഗതി ഇല്ലാതിരിക്കുകയും ചെയ്യും. പിന്നെ പല ആളുകളുണ്ട്, അവർ കൂടുതൽ എൻജോയ്മെൻറ്റിന് വേണ്ടി, അതായത് ഈ ഭയത്തിൽ നിന്ന് ഒളിച്ചോടുന്നത്, അവർ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി പലതരത്തിലുള്ള എൻജോയ്മെൻറ്റിനും എൻ്റർടൈൻമെൻറ്റിനും മാത്രം സമയം നീക്കി വയ്ക്കുക. അതും ഒരുതരം ഒളിച്ചോട്ടമാണ്. അപ്പോൾ അവിടെയും ഭയത്തിനൊരു സൊല്യൂഷൻ ലഭിക്കില്ല. ഈ ഭയം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വലിയ ഒരു ബ്ലോക്കായി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളുടെ ഭയങ്ങളെ നേരിടുവാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ നമ്മുടെ ഭയങ്ങളെ നേരിടുവാൻ തയ്യാറായി കഴിഞ്ഞ് അതിനുവേണ്ട ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ പുരോഗതി അനുഭവപ്പെടും. അപ്പോൾ അതിന് നമ്മൾ ഒരല്പം ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിലൂടെ പല അനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള ഫീലിങ്സും ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചൊക്കെ. അപ്പോൾ നല്ല അനുഭവങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് ചിന്തിച്ച് പല ആളുകളും അതിനുവേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ മാറ്റം വരണം, പുരോഗതി വേണം എന്നൊന്നുമല്ല. പക്ഷേ എനിക്ക് തൽക്കാലം ഇപ്പോൾ ഒരു റിലാക്സേഷൻ, ഒരു ഹാപ്പിനെസ് ലഭിക്കണം. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അതിന് ശ്രമിച്ചാൽ എൻ്റെ ജീവിതത്തിലെ റിയാലിറ്റിയെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ റിയാലിറ്റിയെ ഫേസ് ചെയ്യുമ്പോൾ ഭയം വർദ്ധിക്കും. അതുകൊണ്ട് വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ കൂടുന്നു, ഭയം കൂടുന്നു എന്നല്ലാതെ ജീവിതത്തിൽ പുരോഗതിയോ അല്ലെങ്കിൽ സൊല്യൂഷനോ ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഏത് ഭയത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. അതിനു വേണ്ട വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏത് ഭയത്തെയും നമുക്ക് മറികടക്കുവാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ പുരോഗതിയും നമുക്ക് നേടുവാൻ സാധിക്കും. ഭയത്തിൽ നിന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാൽ, ഭയത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, ഒളിച്ചോടിക്കഴിഞ്ഞാൽ, പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, ഒളിച്ചോടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വീക്കായിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. എന്നാൽ ഭയങ്ങളെ നേരിട്ട്, പ്രശ്നങ്ങളെ വ്യക്തമായിട്ട് നേരിട്ട് പഠിച്ച് അതിലൂടെ കടന്നുപോയി അതിന് വേണ്ട സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ കൂടുതൽ ധൈര്യമുള്ള ആളുകളായി മാറുകയും ഏത് ഭയത്തെയും നേരിടുവാനുള്ള ചങ്കൂറ്റം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ജീവിതത്തിനെ ഒന്ന് പരിശോധിച്ച് നോക്കും. നിങ്ങൾക്ക് ഭയമുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് ഭയമുണ്ടായിരുന്നുവെങ്കിൽ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം, അത് നമ്മുടെ ജീവിതത്തിൽ പുരോഗതിക്ക് നമ്മളെ സഹായിക്കുന്നു. ഇൻ്റർവ്യൂ പാസ്സായോ അല്ലെങ്കിൽ ഫെയിലായോ എന്നുള്ളതല്ല. പക്ഷെ അതിലൂടെ കടന്നു പോകാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് കാണുവാൻ സാധിക്കാത്ത ധൈര്യത്തിൻ്റെ മസിൽ വർദ്ധിക്കുകയാണ്. എന്നാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അത് എനിക്ക് വയ്യ, ആ ഒരു ഭയം നേരിടാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ തൽക്കാലം ജോലിക്ക് അപ്ലൈ ചെയ്യുന്നില്ല, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നിങ്ങൾ
പലതവണ ഇൻ്റർവ്യൂവിൽ നിന്ന് ഒളിച്ചോടി കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി ലഭിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ചില ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. പക്ഷേ പിന്നീട് മനസ്സിൽ ഭയം. ഇനി ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വിജയിച്ചില്ലെങ്കിൽ പണം നഷ്ടപ്പെടുമോ എന്ന ഭയം. ഫെയിലായി കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ പരിഹസിക്കും എന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള ഭയം. അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങുക എന്ന നിങ്ങളുടെ തീവ്രമായിട്ടുള്ള ആഗ്രഹം നിങ്ങൾ മാറ്റിവെക്കുന്നു. പിന്നെ അല്പം മാസങ്ങൾ, വർഷങ്ങൾ കഴിയുന്നു. വീണ്ടും മനസ്സിലേക്ക് എനിക്കൊന്ന് സ്വതന്ത്രനാവണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണം. അങ്ങനെ വീണ്ടും ആഗ്രഹം വന്നു. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നീക്കാൻ തുടങ്ങി. പിന്നെ വീണ്ടും മനസ്സിൽ വന്നു, പണം നഷ്ടപ്പെടുമോ? ഓക്കെ, വേണ്ട. ഇങ്ങനെ നിങ്ങൾ വർഷങ്ങൾ ചിലവഴിച്ച് നിങ്ങളുടെ സമയം കടന്നുപോയി. പിന്നെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു കുറ്റബോധവും അസ്വസ്ഥതയും അനുഭവപ്പെടും. നിങ്ങൾ ബിസിനസ് തുടങ്ങി, ചിലപ്പോൾ അത് വിജയിച്ചില്ല, പരാജയപ്പെട്ടു. നിങ്ങൾ മുന്നോട്ട് പോയി. വീണ്ടും ഒന്നും കൂടെ ശ്രമിച്ചു. വീണ്ടും പരാജയപ്പെട്ടു. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നിങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കവിടെ കുറ്റബോധം, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ വല്ലാത്തൊരു അമർഷം നിങ്ങൾക്ക് തോന്നില്ല. മറിച്ച് നിങ്ങൾക്ക് ഞാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു എന്ന ഒരു വേദന മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വേദനയ്ക്ക് കുറ്റബോധത്തിനേക്കാൾ ശക്തി കുറവാണ്. ഇത് പഠനങ്ങൾ പറയുന്നതാണ്. നമ്മുടെ ഈ റിഗ്രറ്റ്, കുറ്റബോധമാണ് ഏറ്റവും വലിയ പെയിൻ എന്നുള്ളത്, പരാജയമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ എല്ലാ പണവും ഉപയോഗിച്ച് ബിസിനസ് തുടങ്ങി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ശ്രമിക്കുക, അതിൽ വിജയം കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ എല്ലാ എഫേർട്ടും എടുക്കുക. അപ്പോൾ വിജയം വരും. നമ്മൾ ക്വിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ അതിനുവേണ്ട സ്ട്രാറ്റജീസും അതിനുവേണ്ട ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വിജയം നമ്മുടെ അടുത്തേക്ക് വരും. പലപ്പോഴും നമ്മൾ ഈഗോ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കാരുടെയും സഹായമൊന്നും വേണ്ട, ഞാനൊക്കെ ശരിയാക്കും എന്ന ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് പരാജയം കൂടുതലും സംഭവിക്കുന്നത്. എന്നാൽ ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്തൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് വിജയം എളുപ്പമായിട്ട് മാറും. എനിവേ, അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന് പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ശ്രമം നടത്താതെ ഭയത്തെക്കുറിച്ച് ഓർത്ത്, പേടി കാരണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാതെ മാറ്റിവെക്കുമ്പോൾ ആ പേടിയുടെ അല്ലെങ്കിൽ ഭയത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടം ആവശ്യമുണ്ടെങ്കിൽ, ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭയത്തെ നിങ്ങൾ നേരിട്ടേ പറ്റൂ. നിങ്ങളുടെ ഓരോ ഭയങ്ങളെയും നിങ്ങൾ നേരിട്ടേ പറ്റൂ. അങ്ങനെ നേരിടുമ്പോൾ അത്ഭുതകരമായി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് നിങ്ങൾ അംഗീകരിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഭയങ്ങളെന്ന് ഒന്ന് വിലയിരുത്തുക. ഏത് മേഖലകളിലൊക്കെയാണോ നിങ്ങൾക്ക് പരാജയവും അല്ലെങ്കിൽ സ്റ്റക്കായി എന്ന് തോന്നുന്നത്, നിങ്ങൾ ആ ഒരു മേഖലയെടുത്ത് അതിലെനിക്ക് എന്തൊക്കെ ഭയങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ച് നോക്കൂ. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ, ബിസിനസ്സിൽ എന്തൊക്കെ ഭയങ്ങളാണ് എന്നെ പിടിച്ചു വലിക്കുന്നത് എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഇൻവെസ്റ്റേഴ്സിനെ കണ്ട് സംസാരിക്കുവാൻ ഭയമാണോ? പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ ഭയമാണോ? ബിസിനസ്സിന് വേണ്ട അഡ്വർടൈസ്മെൻറ്റും മാർക്കറ്റിങ്ങും ചെയ്യുന്നതിന് വേണ്ടി അതിനുവേണ്ട ടീമുകളെ, നല്ല ടീമുകളെ കണ്ടെത്തി അവരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പണം നഷ്ടപ്പെടും എന്ന ഭയമാണോ? അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ചികഞ്ഞു നോക്കുക. സാമ്പത്തികമായിട്ടുള്ള നിങ്ങൾക്ക് പുരോഗതി ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ മുഴുവൻ ഉപയോഗിച്ച് നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വർധന ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ഭയങ്ങളാണ് അത്തരം കാര്യങ്ങൾ തുടങ്ങുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടി എന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത്? അതിനെയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പേപ്പറിൽ എഴുതി നോക്കൂ. അതിനൊരു ധൈര്യം നിങ്ങൾ കാണിക്കുക. അതിന് ഉള്ള ധൈര്യം കാണിക്കുമ്പോൾ തന്നെ, ആ ഭയങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ശക്തി കുറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും.
ഈ ഭയമുള്ളിടത്തോളം കാലം നമ്മൾ ആക്ഷൻ എടുക്കില്ല. നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ മടി, അലസത എന്നൊക്കെ പറയും. പക്ഷേ ഈ ഉള്ളിലുള്ള ഭയത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മടിയും അലസതയൊക്കെ അവിടുന്ന് ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ടെ ഭയങ്ങളെയൊക്കെ ഒന്ന് നേരിട്ട് ഒന്ന് മുഖത്തോട് മുഖം നോക്കുവാനുള്ള ഒരു ധൈര്യം കാണിക്കുക. ഇന്ന ഇന്ന ഭയങ്ങളാണ് എനിക്കുള്ളത്. ഇവയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ഞാൻ ആക്ഷൻ എടുക്കും എന്നൊക്കെ നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഭയങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകൾ അഴിച്ച് അതിനെയൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ നിങ്ങളൊന്ന് തയ്യാറാവുക. അങ്ങനെ നിങ്ങൾ അതിനു വേണ്ട പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ ഈ ഭയത്തിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞു വരികയും നിങ്ങൾ നല്ല ധൈര്യമുള്ള ആളായിട്ട് മാറുകയും ചെയ്യേണ്ട കാര്യങ്ങൾ, ആക്ഷനുകൾ എടുത്തു തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. ഇതൊന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ ഭയത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതല്ല. ഇതിനൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. ഈ ഭയങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ആക്ഷൻ എടുക്കുക. ഈ രണ്ടേ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. എന്തൊക്കെയാണ് ആക്ഷൻസ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ശക്തി കുറയും. ആക്ഷൻ എടുക്കുവാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഒളിച്ചിരിക്കാതെ, മടി പിടിച്ചിരിക്കാതെ, പേടിച്ചിരിക്കാതെ എന്തൊക്കെയാണ് ഭയങ്ങൾ അവയുടെ ഒരു ചിത്രത്തെ ഒന്നും വിശദമായിട്ട് കൊണ്ടുവരിക. നമ്മളെ പിറകോട്ട് വലിക്കുന്ന ഈ ഭയങ്ങളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലാണുള്ളത്. അതിനെ നമ്മൾ വിശകലനം ചെയ്യാതെ, അതിനെ കൈകാര്യം ചെയ്യാതെ, അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ നമുക്ക് ഒരടി പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അഥവാ ഒരടി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയും മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവിടെ സ്റ്റക്കായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഈ ഭയം നിറയുന്നുണ്ട്. പല മേഖലകളിലും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വ്യായാമം ചെയ്യണം, ഹെൽത്തി ഫുഡ് കഴിക്കണം. വ്യായാമം ചെയ്യാത്തതിൻ്റെ കാര്യം മടിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ തരത്തിലുള്ള ഭയങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് എക്സർസൈസ് ചെയ്യുന്നുള്ള ഭയങ്ങൾ? അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. അത് മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. അതിന് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഭയം? എന്ത് ഭയങ്ങളാണ് എന്നെ പിന്നോട്ട് വലിക്കുന്നത്? ഒറ്റയ്ക്ക് വ്യായാമം ചെയ്യാൻ പോകുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും എന്ന ഭയമാണോ? അങ്ങനെ എന്തൊക്കെയാണോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അത് നമുക്ക് അപ്രാപ്യമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടുന്നതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല. ആ ലക്ഷ്യം എത്തുന്നതിൻ്റെ ഇടയിലുള്ള തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങളാണ് ഈ പറഞ്ഞ ഭയം, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പാതയിലൂടെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് ബ്ലോക്കായിട്ട് അവിടെ കിടക്കുകയും നമ്മൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തും. അയ്യോ! ആ ആളുകൾ എന്നെ മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നില്ല. എൻ്റെ ജോലി, എൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതൊന്നും എന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടുന്നതിന് സഹായിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തിയിരിക്കും. പക്ഷേ ഈ ബ്ലോക്കുകളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. അത് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. മടി, അലസത എന്നുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. മാറ്റിവെക്കൽ എന്നുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. കോൺഫിഡൻസ് ഇല്ല എന്നുള്ള ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ ഇതൊക്കെ ചില ചില ഭയങ്ങളാണ്. അതിനെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു ടോർച്ച് ലൈറ്റ് കൊണ്ടുവന്ന് ഇരുട്ടിലേക്ക് അടിക്കുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ലാരിറ്റി വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭയങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ, ആ ഭയങ്ങളെ അതിജീവിക്കുവാനും നമുക്ക് സാധിക്കും. അപ്പം അതിനൊരു ധൈര്യം കാണിക്കുക. അതിനുള്ളൊരു ധൈര്യം കാണിക്കുക. ആളുകളുടെ വിമർശനം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളത് വലിയൊരു ഭയമാണ്. പക്ഷേ
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. ഇനി ആളുകൾ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചാലും നിങ്ങളതെങ്ങനെ ബാധിക്കും? നിങ്ങൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഒരിക്കലും ബാധിക്കേണ്ടതില്ല. ശാരീരികമായിട്ട് ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അതിനെ നമ്മൾ ഭയപ്പെടണം. അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യും വേണം. അല്ലാത്തിടത്തോളം കാലം നമ്മളെക്കുറിച്ച് ആളുകൾ നല്ലതോ ചീത്തയോ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ വയ്യ. കാരണം അത് അവരുടെ മനസ്സിൽ തോന്നുന്നതാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ആളുകളും മോശമായിട്ട് എന്നെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കത് മാറ്റാൻ പറ്റുമോ? നല്ലത് ചിന്തിച്ചാൽ അത് എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അതുകൊണ്ട് അവർ ചിന്തിക്കണ്ട എന്ന് ഞാൻ ഇവിടുന്നൊരു റിമോട്ടിൽ ബട്ടൺ അമർത്തി മാറ്റുവാൻ സാധിക്കുമോ? അതും സാധ്യമല്ല. അപ്പം അതുകൊണ്ട് മറ്റുള്ള ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യം ചിന്തിച്ച് സമയം കളയാതിരിക്കുക. പിന്നെ ആളുകൾക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാനാണ് അവരുടെ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. നമ്മളെക്കുറിച്ച് ചിന്തിക്കാനല്ല. അപ്പോൾ ഈ സൊസൈറ്റിയെ ഭയം അല്ലെങ്കിൽ ആളുകളെ ഭയം അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അനാവശ്യമായിട്ട് നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നല്ല ധൈര്യത്തോടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇത്തരം ഭയങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ മറ്റുള്ള ആളുകളെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ വന്ന് ഫിസിക്കലി ഹാം ചെയ്യാനും പോകുന്നില്ല. ഇപ്പം നിങ്ങൾ ഒരു ദിവസം വ്യായാമം ചെയ്യാൻ നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്തു. ഒരു ദിവസം പോയി. രണ്ടാമത്തെ ദിവസം പോയില്ല. ആളുകൾ മോശമായിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മളെങ്ങനെ ബാധിക്കും? അവരൊരു പ്രാവശ്യം പറയും. പിന്നെ അവർക്ക് വേറെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും. പിന്നീട് അവർ പറയില്ല. കാരണം അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ട്. അതുപോലെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും അതിനിടേണ്ട ഒന്നും ആവശ്യമില്ല. കുറച്ച് സമ്പാദ്യം, കുറച്ച് ക്യാഷ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് വിജയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യവും വലിയ നേട്ടങ്ങളും കൊണ്ടുവരും. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ അത് വലിയ തോതിലുള്ള എമൗണ്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ആളുകൾ പരിഹസിക്കും. ആളുകൾ പരിഹസിച്ചോട്ടെ. ഒന്നോ രണ്ടോ തവണ. പിന്നെ അത് കഴിഞ്ഞാൽ അവർ മറക്കും. വിജയിച്ചു കഴിഞ്ഞാലോ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. അതുപോലെ മറ്റൊരു ജോലി, കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലി. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ജോലി നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. അത് ലഭിച്ചു. ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതം മാറുന്നു. ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ വെറുതെ എന്തിനാ ശ്രമിച്ചത്? എന്തിനാ വെറുതെ എന്ന് പറയും. പിന്നെ അവർ വീണ്ടും മറക്കും. അവർക്ക് വേറെ കാര്യങ്ങളിൽ ചിന്തിക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഉള്ള ആ മതിപ്പ് മോശമാകുമോ എന്ന് ചിന്തിച്ചും ഭയപ്പെടാറുണ്ട്. ബിസിനസ് ട്രൈ ചെയ്തു. അത് പരാജയപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഒരു മതിപ്പ്, അതായത് ഓ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ, ഞാൻ എപ്പോഴും ഒരു പരാജിതനാണ്, ജീവിതം മൊത്തം പരാജയം, ഞാൻ വളരെ മോശമായിട്ടുള്ള വ്യക്തി, ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ആ ഒരു ചിന്ത, ആ ചിന്ത വന്നുകൊള്ളട്ടെ. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. ബോധപൂർവ്വം നിങ്ങൾക്കും ചിന്തകൾ സൃഷ്ടിക്കാം. ഞാൻ ശ്രമിച്ചല്ലോ അറ്റ്ലീസ്റ്റ്, ഇനിയും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ആരും ഒറ്റയടിക്ക് വിജയിച്ചിട്ടില്ല. പല ട്രയൽ ആൻഡ് എററിലൂടെ കടന്നു പോയിട്ടാണ് ആളുകൾ വിജയിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നു? ഞാൻ വീണ്ടും ശ്രമിക്കും. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ ബോധപൂർവ്വം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ മനസ്സത് അംഗീകരിക്കും. അപ്പോൾ നമ്മളുടെ ഭയങ്ങളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ഭയങ്ങളെ എഴുതി വയ്ക്കുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുവേണ്ട ആക്ഷൻ, ചെറിയ ആക്ഷനുകൾ എന്തൊക്കെയാണ് ആലോചിക്കുക. അങ്ങനെ ആക്ഷൻ എടുക്കുക. കാരണം ആക്ഷനിലൂടെ നമുക്ക് ഈ ഭയത്തിൻ്റെ ശക്തി പരിപൂർണമായിട്ടും കുറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഇപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണെങ്കിൽ അതിനുവേണ്ട CV പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സെർച്ച് ചെയ്യേണ്ടി വരും. അതൊക്കെ ചെറിയ തോതിൽ തുടങ്ങുക. വ്യായാമം ചെയ്യുക. നമ്മുടെ ഭയത്തെ നേരിടുന്നതിന് ഏറ്റവും കരുത്തുറ്റ ഒരു ടൂളാണ് ശാരീരികമായിട്ടുള്ള വ്യായാമം. അത് ചെറിയ തോതിൽ ഇങ്ങനെ തുടങ്ങി
നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി വർദ്ധിക്കുമ്പോൾ മനസ്സിൻ്റെയും ശക്തി വർദ്ധിക്കും. എനർജി ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല. എനർജി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടിയെടുക്കുവാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് എനർജിക്ക് ഒരല്പസമയം ദിവസം നമ്മൾ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എനർജി ലഭിക്കും. അപ്പോൾ ഈ എനർജി എന്ന് ഉദ്ദേശിച്ചത് ഞാൻ മെൻ്റൽ എനർജിയാണ്. കാരണം ശരീരത്തിൻ്റെ എനർജി വർദ്ധിക്കുമ്പോൾ മെൻ്റൽ എനർജിയും വർദ്ധിക്കും. അപ്പോൾ ആ എനർജി ഉണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ, അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, സ്ട്രെസ് ഇതിനൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഒരല്പം വ്യായാമം ചെയ്യുക, നമ്മുടെ ഭയങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ഏത് ഏരിയയിലാണോ നമുക്ക് പ്രശ്നങ്ങളുള്ളത്, അതിൽ കുറേ ഭയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ ഏരിയ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ ഭയങ്ങളാണ് എന്നെ പിടിച്ചു വലിക്കുന്നത്, എഴുതി വയ്ക്കുക. അതിനുള്ള സൊല്യൂഷനൊക്കെ എഴുതി വയ്ക്കുക. ചെറിയ തോതിൽ ആക്ഷൻ എടുത്ത് തുടങ്ങുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജീവിതം മാജിക്കലായിട്ട് മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇപ്പോൾ ഞാനൊരു നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. എനിക്ക് ഒരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നം, പ്രൊഫഷണൽ പ്രശ്നം, ബന്ധങ്ങളിലെ പ്രശ്നം ഇതൊക്കെ ഉണ്ടായി. പുള്ളിയുടെ ഒരു ഹാബിറ്റ്, പുള്ളി അതുമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോസൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക്, പിന്നെ വേറൊരു വീഡിയോയിലേക്ക്, പിന്നെ വേറൊരു വീഡിയോയിലേക്ക്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഹാബിറ്റ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് സാർ. അതിൽ പല കാര്യങ്ങളും ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്ഷൻ എടുക്കാറുണ്ടോ? അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാറുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നടപ്പിലാക്കാറില്ല, പക്ഷേ ഞാൻ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റ് ആ വീഡിയോസ് കണ്ട് അതിൽ നല്ല വികാരം കൊള്ളുക എന്നുള്ളതാണ്. നല്ലൊരു ഫീലിംഗ്. ഓക്കെ. അതിലിങ്ങനെ പറയുന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ആ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഓക്കെ. എന്നാൽ ജീവിതത്തിൽ വല്ല മാറ്റങ്ങളും സംഭവിച്ചോ? ഒരു മാറ്റവും സംഭവിച്ചില്ല. അപ്പോൾ അവിടെയും ഭയമാണ്. കാരണം എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് തരണം ചെയ്യാൻ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക എന്ന ഒരു കമൻ്റാണ് അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് കാലം ഈ വീഡിയോസൊക്കെ നല്ല വീഡിയോസാണ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് പല പല വീഡിയോസും കാണുന്നത് ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോസ് കാണുക. അതിലത്തെ കാര്യങ്ങൾ പറഞ്ഞത് ആക്ഷനായിട്ട് എടുക്കുക. അതായത് നോട്ട് എഴുതുക. നോട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ ആക്ഷനാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ചില കാര്യങ്ങളൊക്കെ നോട്ടായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന മനസ്സിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നോട്ടായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ്. എന്നിട്ട് അതിലെ ചില ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ആക്ഷൻ എടുത്ത് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടും. അല്ലാതെ കുറേ നമ്മൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം നമുക്കുണ്ടാവും. അതും നേരത്തെ പറഞ്ഞ പോലെ ഭയത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതുപോലെ നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. വലിയ മാറ്റം ജീവിതത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊക്കെ സാധ്യമാണ്. അപ്പോൾ ഈ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞാനിങ്ങനെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒളിച്ചോട്ടം ഭയപ്പെടുന്ന ആളുകളുടെ അവരറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? എന്തൊക്കെ ഒളിച്ചോട്ടങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഏത് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആക്ഷൻ എടുക്കാതെ മാറ്റിവെക്കുന്നത്? ഇതിനൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കുക. അത് വലിയൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏത് ഭയത്തെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഭയങ്ങളെ കൈകാര്യം ചെയ്യാതെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവില്ല. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭയങ്ങളെ കൈകാര്യം ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അത്. ഞാൻ വെറുതെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. എൻ്റെ ക്ലയൻസിൻ്റെ അടുത്തുനിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എവിടെയൊക്കെ ഭയത്തെ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ ഞാൻ തയ്യാറായോ അഥവാ എൻ്റെ ക്ലയൻസ് തയ്യാറായോ അവിടെയൊക്കെ മാറ്റങ്ങളും പുരോഗതിയും സംഭവിച്ചിട്ടുണ്ട്. മാജിക്കലായിട്ട്, അത്ഭുതകരമായിട്ട്. പല മാനിഫെസ്റ്റേഷൻ കോച്ചിങ്ങൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഭയത്തെ കൈകാര്യം ചെയ്യാൻ തയ്യാറാവുക. ഭയന്നിരിക്കുന്നവന്, സംശയിച്ചിരിക്കുന്നവന് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല. പല നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ പെയ്ഡ് പ്രോഗ്രാമുകളും ഫ്രീ പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടാവാറുണ്ട് ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ. അപ്പോൾ അതിൽ പല ക്ലയൻസിനും ഒരു സംശയമാണ്, സാറേ എനിക്ക് ഈ പണം അതിൽ ഇട്ട് കഴിഞ്ഞത് ഞാൻ അതിന് ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരുമോ? അതോ അത് വെറുതെ പൈസ ചിലവാകുന്നൊരു പരിപാടിയല്ലേ?
അപ്പോൾ ഞാൻ പലപ്പോഴും പറയും, ഓക്കെ, ഇനി നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അതുപോലെ വർക്ക്ഷോപ്പുകളും ട്രെയിനിങ്ങുകളൊന്നും അറ്റൻഡ് ചെയ്യില്ല. വേറെ എന്തൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം വരാൻ? വേറെ എന്തെങ്കിലും വഴികളുണ്ടോ? അപ്പോൾ അവർ പറയും, വഴികൾ ചില വീഡിയോസും ബുക്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ബുക്സ് വായിക്കൽ നല്ല കാര്യം. വീഡിയോസ് കാണുന്നത് നല്ല കാര്യം. വീഡിയോസ് കാണാറുണ്ടോ? ഓ, കാണാറുണ്ട്. മോട്ടിവേഷണൽ ആയിട്ടുള്ള, നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ ഫോളോ ചെയ്യുന്നുണ്ട്. വീഡിയോസും കാണാറുണ്ട്. ഓക്കെ, എത്ര കാലമായി? 2-3 വർഷമായി. മാറ്റങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഓ, ഐ സി. അപ്പോൾ ഇത് തന്നെയാണ് കാര്യം. നമ്മൾ കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എനർജി കൊടുക്കണം. അത് ചിലപ്പോൾ ഫീസായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ടൈമായിരിക്കാം, എഫേർട്ടായിരിക്കാം. നമ്മൾ ആ എനർജി കൊടുക്കുമ്പോഴേ തിരിച്ച് നമുക്ക് ആ ഒരു എനർജി കിട്ടുകയുള്ളൂ. ഐ മീൻ റിസൾട്ടായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പൈസയ്ക്ക് പല കോഴ്സുകളും ചേർന്ന് ആകെ മൊത്തം പണം ചിലവഴിച്ച് എല്ലാ കാര്യങ്ങളും ഫിക്സ് ആവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ്. പക്ഷേ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരണം, എൻ്റെ സാമ്പത്തിക നില വർദ്ധിപ്പിക്കണം, എൻ്റെ കരിയർ വർദ്ധിപ്പിക്കണം, എൻ്റെ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കണം, ആരോഗ്യം വർദ്ധിപ്പിക്കണം, അതിന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന ഒരു ഉറച്ച മനസ്സ് വരുമ്പോൾ, അപ്പോൾ അവിടെ പണം ഒരു പ്രശ്നമാവില്ല, സമയം ഒരു പ്രശ്നമാവില്ല, മടി ഒരു പ്രശ്നമാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക, അതല്ലാതെ വേറെ വഴിയില്ല. കാരണം വർഷങ്ങൾ നഷ്ടപ്പെടുവാൻ വളരെ എളുപ്പമാണ്. സമയം ഒക്കെ നഷ്ടപ്പെടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ തീരുമാനിക്കുക, ജീവിതത്തിൽ മാറ്റം വരണമെന്ന് തീരുമാനിക്കുക. ഭയങ്ങളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ദീർഘകാലമായിട്ട് നിങ്ങൾക്കുണ്ട്, അതിനെ സോൾവ് ചെയ്യണം. ഭയം, അതുപോലെ മാനിഫെസ്റ്റേഷൻ, ജീവിതത്തിൽ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യണം, യാത്രകൾ പോകണം, സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വേണം, കരിയറിൽ ഗ്രോത്ത് വേണം, ജീവിതത്തിൽ മൊത്തത്തിൽ വലിയൊരു മാറ്റം വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താഴെ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരു 15 മിനിറ്റിൻ്റെ ഫ്രീ ക്ലാരിറ്റി കോൾ എന്ന് പറയും. അതായത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വ്യക്തമായിട്ട് കണ്ടെത്തുവാനും അതിനുവേണ്ട ചില നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയക്കാം. അതൊരു 15 മിനിറ്റ് ക്ലാരിറ്റി സെഷൻ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം. എന്തായാലും നിങ്ങളുടെ ഭയങ്ങളെ നേരിടുവാൻ തയ്യാറാവുക. അതിൻ്റെ ഒരു കണക്കെടുക്കുക. അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ജീവിതം സൃഷ്ടിക്കുക. അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. താങ്ക് യു.